ചെന്നായകൾ നദിയെയും കാടിനെയും സംരക്ഷിച്ച കഥ. വേട്ടക്കാരായ ചെന്നായകൾക്ക് എങ്ങനെ നദികളുടെ ഗതി മാറ്റാൻ കഴിയും? ദ അമേസിംഗ് സ്റ്റോറി ഓഫ് യെല്ലോസ്റ്റോൺ വോൾവ്സ്. പ്രകൃതി ഒരു ചങ്ങല പോലെയാണ്. അതിൽ നിന്ന് ഒരു കണ്ണി ഒന്ന് മാറ്റിയാൽ പോലും ആ മാറ്റം പ്രപഞ്ചം മുഴുവൻ പ്രതിഫലിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ നടന്ന അവിശ്വസനീയമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ്. വെറും കുറച്ച് ചെന്നായകൾ എങ്ങനെ ഒരു വനത്തിൻ്റെ ഭൂപ്രകൃതിയെയും നദികളുടെ ഒഴുക്കിനെ പോലും മാറ്റിമറിച്ചു എന്ന് നമുക്ക് നോക്കാം. 1995 മുൻപ് ഏതാണ്ട് 70 വർഷത്തോളം യെല്ലോസ്റ്റോണിൽ ചെന്നായകൾ ഇല്ലായിരുന്നു. ചെന്നായകൾ ഇല്ലാതായതോടെ വേട്ടയാടാൻ ആരുമില്ലാത്തതുകൊണ്ട് അവിടെയുള്ള മാനുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇത് വലിയൊരു പ്രത്യാഘാതമുണ്ടാക്കി. അവിടുത്തെ പുൽമേടുകളിലെ കാടിൻ്റെ കാതലായ ഭൂരിഭാഗം സസ്യലതാദികളെല്ലാം മാനുകൾ തിന്നു തീർത്തു. അതോടെ വലിയ മരങ്ങൾ വളരാൻ അനുവദിക്കാതെയായി. പച്ചപ്പില്ലാതെ ആ വനം ഒരു മരുഭൂമി പോലെയായി. അതോടെ മണ്ണിന് ബലം ഇല്ലാതെ മണ്ണിലിപ്പുണ്ടായി. നദികൾ വീതി കൂടുകയും കൂടുതൽ മണ്ണും മരങ്ങളും ഒലിച്ച് കാടിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു തുടങ്ങി. മനുഷ്യർ പല രീതിയിൽ മാനുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലവത്തായില്ല. അങ്ങനെയാണ് 1995 കുറച്ച് ചെന്നായകളെ അവിടെ വീണ്ടും എത്തിക്കാൻ തീരുമാനിക്കുന്നത്. വളരെ കുറഞ്ഞ എണ്ണം ചെന്നായകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവയുടെ സാന്നിധ്യം വനത്തിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങിവെച്ചു. ഇതിനെ ശാസ്ത്രീയമായി ട്രോഫിക് കാസ്കേഡ് എന്നാണ് വിളിക്കുന്നത്. ചെന്നായകൾ മാനുകളെ വേട്ടയാടാൻ തുടങ്ങിയതോടെ മാനുകളിൽ കുറവ് വന്നു തുടങ്ങി. മാനുകൾ സുരക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ സ്വഭാവം മാറ്റി. ചെന്നായകൾക്ക് എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന താഴ്വരകളിൽ നിന്നും മലയിടുക്കുകളിൽ നിന്നും മാനുകൾ ഒഴിഞ്ഞു മാറി കൂടുതൽ സുരക്ഷിതത്വം ഉള്ള വനപ്രദേശത്തേക്ക് മാറി. ഇതോടെ ആ പ്രദേശങ്ങളിലെ ബാക്കിയുണ്ടായിരുന്ന പുല്ലുകളും ചെടികളും തഴച്ചു വളരാൻ തുടങ്ങി. ചെറിയ ചെടികൾ വളർന്ന് മരങ്ങളായി. മരങ്ങൾ തഴച്ചു വളരാൻ തുടങ്ങി. വെറും 6 വർഷത്തിനുള്ളിൽ ചില മരങ്ങൾ 5 ഇരട്ടി ഉയരത്തിൽ വളർന്നു. മരങ്ങൾ വളർന്നതോടെ പക്ഷികൾ തിരിച്ചു വന്നു. മരത്തടികൾ ഉപയോഗിച്ച് അണക്കെട്ടുകൾ നിർമ്മിക്കുന്ന ബീവറുകളുടെ എണ്ണവും വർദ്ധിച്ചു. ഈ അണക്കെട്ടുകൾ നദിയിലെ മീനുകൾക്കും താറാവുകൾക്കും ഉഭയജീവികൾക്കും പുതിയ ആവാസ വ്യവസ്ഥ ഒരുക്കി. ഇതോടെ പഴയ കാടിൻ്റെ അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു തുടങ്ങി. നദികൾ മാറിയ കഥ. ഇതിൽ ഏറ്റവും അത്ഭുതകരമായ മാറ്റം നടന്നത് അവിടുത്തെ നദികളിലായിരുന്നു. ചെന്നായകൾ എങ്ങനെയാണ് നദിയുടെ ഒഴുക്ക് മാറ്റിയത്? മരങ്ങൾ വളർന്നതോടെ വനം കൂടുതൽ വിസ്തൃതി കൈവന്നു. മണ്ണൊലിപ്പ് കുറഞ്ഞു. നദീതീരങ്ങളിലെ വലിയ മരങ്ങളാൽ വേരുകൊണ്ട് മണ്ണ് ഉറപ്പിക്കപ്പെട്ടു. ഇതോടെ പരന്നൊഴുകി ദോഷം വരുത്തിയ നദികളുടെ വീതി കുറയുകയും ശക്തമായ മരങ്ങളുടെ വേരിന്റെ ബലത്തിൽ അവ കൂടുതൽ കൃത്യമായ പാതയിലൂടെ പ്രകൃതിക്ക് സുരക്ഷിതമായ രീതിയിൽ ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. ചെന്നായകൾ എന്ന ഒരു ജീവിവർഗം അവിടുത്തെ മൃഗങ്ങളെ മാത്രമല്ല ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയെപ്പോലും മാറ്റിമറിച്ചു. പ്രകൃതിയിലെ ഓരോ ജീവിക്കും ഓരോ ധർമ്മം നിർവഹിക്കാനുണ്ട്. ഒരു വേട്ടക്കാരൻ പോലും ജീവൻ നൽകുന്നവനായി മാറുന്ന കാഴ്ചയാണിത് നമ്മൾ കണ്ടത്. ഈ ഒരു മാറ്റം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: പ്രകൃതിയെ അതിൻ്റെ വഴിക്ക് വിടുക. അത് സ്വയം സുഖപ്പെടാൻ പ്രാപ്തമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.